فلا تنتظر شكرا من أحد فيكفي الثواب من الصمد الواحد എന്ന് പറയുന്ന വിഷയം മിക്കവാറും ആളുകളുടെ ഉള്ളിലുള്ള ഒരു സ്വഭാവത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ പല ആളുകൾക്കും പല രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളൊക്കെയും ചെയ്തവരായി. അങ്ങനെ ചെയ്താൽ പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളെ സഹായിച്ച ആളുകളെ കാണുമ്പോൾ ആ സഹായിച്ചവർ അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് നന്ദി ചെയ്യണം, നമ്മളെ കാണുമ്പോൾ ചിരിക്കണം, നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കണം, ഇങ്ങനെയുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ എപ്പോഴും വരാൻ. മഹാൻ പറയുന്നത്, നീ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ, ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ, ശുക്രം എന്നാണ് ഒരാളിൽ നിന്നിട്ടും നീ പകരമായി നന്ദി പ്രതീക്ഷിക്കാൻ പാടില്ല. ചെയ്ത ആള് നന്ദി ചെയ്യുന്നത് വേറെയാണ്, സഹായിച്ച ആള് പകരമായി ഞങ്ങൾക്ക് നന്ദി ചെയ്യുന്നുള്ളത് വേറെയാണ്. നിന്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു വിചാരം വരാൻ പാടില്ല. ഓ ഞാൻ സഹായിച്ച ആളാണ്, ഓ എനിക്ക് നന്ദി ചെയ്യണം, എന്നെ കാണുമ്പോ ബഹുമാനിക്കണം, എന്നെ കാണുമ്പോ പരിചയിക്കണം, ഇങ്ങനെയുള്ള ഒരു ധാരണ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ വരാൻ പാടില്ല. നീ നന്ദി സഹായിച്ചാൽ, ഒരാൾക്ക് ഉപകാരം ചെയ്താൽ പകരമായി അയാളിൽ നിന്നിട്ട് ശുക്ർ നീ പ്രതീക്ഷിക്കരുത്. പലപ്പോഴും കൂടുതലായി ഉമ്മമാർക്കുള്ള ഒരു സ്വഭാവമാണ്. പല ആണുങ്ങൾക്കും ഉണ്ട്. പലപ്പോഴും പറയുന്നു, അവരിപ്പോ കാണുന്ന ഞാൻ അന്ന് ചോറ് കൊടുത്ത മനുഷ്യൻ, ഞാൻ അന്ന് അവന് ഭയങ്കര ബുദ്ധിമുട്ടാവുമ്പോ ഞാൻ സഹായിച്ച ആളാനോ, ഇപ്പൊ നോക്കുമ്പോ എന്നെ തീരെ പരിചയമില്ല, എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയും പറയുന്നു. ഒരിക്കലും പറയാൻ പാടില്ലാത്തത്. മഹാന്മാർ പറഞ്ഞു, രണ്ട് വിഷയം നിന്റെ ജീവിതത്തിൽ നീ മറന്നു കളയണം. രണ്ട് നീ മറന്നു കളയണം, രണ്ട് നീ മറക്കാൻ പാടില്ല. രണ്ട് വിഷയം നീ മറക്കണം, നിന്റെ മനസ്സിൽ ഓർക്കാനേ പാടില്ല. രണ്ട് വിഷയം നീ മറക്കാനും പാടില്ല. ഏതാണ് നീ മറന്നു പോകേണ്ട വിഷയം? നീ മറക്കേണ്ട വിഷയമാണ്, നീ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ, ഞാൻ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്താൽ പിന്നെ അത് ഞാൻ ഓർക്കാൻ പാടില്ല. ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു, വെള്ളത്തിന് ഭക്ഷണം കൊടുത്തു, അതേ മറ്റു ബുദ്ധിമുട്ടിന്റെ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഞാൻ സഹായിച്ചു, എന്നാൽ ഞാൻ ചെയ്യേണ്ട എന്റെ ഏറ്റവും വലിയ മനസ്സെന്നറിയോ, അതിന് ഞാൻ മറന്നു കളയണം. പിന്നെ മനസ്സിൽ വെക്കാൻ പാടില്ല. ഞാൻ കൊടുത്തതിന് ഊരി തരേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹിന്റെ ഭാഗത്ത് കിട്ടിയ പോലെ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ എത്ര കിട്ടും? ഊരി തരേണ്ടത് പകരം പ്രതിഫലം തരേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹ് തന്നാ മതി. അപ്പൊ അതുകൊണ്ട് നീ അതിനെ മറന്നു കളയണോ? നീ ചെയ്ത ഉപകാരം മറന്നു കളയും. പിന്നെ നിന്റെ മനസ്സിനെ വെച്ച് കൊണ്ടു നടക്കാൻ പാടില്ല. ഒരു വിഷയം മറക്കേണ്ട വിഷയം ഒന്നതാണ്. രണ്ടാമത്തത് മറന്നു കളയേണ്ട വിഷയം, നിന്നെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ, നിന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ, ചിലപ്പോൾ നിന്നെ അടിച്ച്, അല്ലെങ്കിൽ നിന്നെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും നിന്നെ ദുൽമ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരാൾ ചെയ്താൽ അതും നീ മറന്നു കളയണം. മറക്കോടാണ്. ഇതിനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പാടില്ല. മറന്നു കളയേണ്ട രണ്ട് വിഷയം. പിന്നെ മറക്കാൻ പറ്റാത്ത രണ്ട് വിഷയം, മറക്കാനേ പാടില്ല. അതേതാ? ഒന്ന്, നിനക്ക് മറ്റൊരാൾ ചെയ്ത ഉപകാരം, എനിക്ക് മറ്റൊരാൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ഞാൻ മറക്കാൻ പാടില്ല. പക്ഷെ ഉപകാരം ചെയ്ത ആളെങ്കിലും ഇങ്ങനെ ഞാൻ ചെയ്തെങ്കിൽ ഞാൻ കൊടുത്തനി എന്ന് പറയാൻ പാടില്ല. എടുത്ത ആൾക്കുള്ള നന്ദിയാണെന്ന്, എടുത്ത ആൾക്കുള്ള നന്ദിയാണ് പിന്നെ മറക്കാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ മനസ്സിലാവും. നല്ല മനസ്സിലുണ്ട്. അന്നാൾക്ക് ആ പ്രതീക്ഷ ഉണ്ടാവാൻ പാടില്ല, അത് മറക്കണം. എടുത്താലും അത് എടുത്ത ആളും മറക്കാൻ പാടില്ല, അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഒരു വിഷയമാണ്. അതുപോലെ പിന്നെന്ത് എപ്പോഴും മനസ്സിൽ വേണ്ട മറ്റൊരു വിഷയമാണ്, അതുപോലെ രണ്ടും അപ്പുറം ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ, ഞാൻ ഒരാൾ ദുൽമ ചെയ്തു, എന്നാൽ അത് എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ അവനെ പ്രയാസപ്പെടുത്തിയിട്ടില്ല, ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടുണ്ടല്ല എന്ന് ഞാൻ അത് എപ്പോഴും എന്റെ മനസ്സിൽ ഓർത്തോണ്ട് വേണം. ഇതാണ് മഹാന്മാർ പറഞ്ഞ വിഷയം. അപ്പൊ ഏതാണ് പറഞ്ഞു വന്നത്? ഞങ്ങൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് പകരമായി അവനിൽ നിന്നിട്ട് ശുക്ർ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അത് എപ്പോഴും നിന്റെ ജീവിതത്തിൽ ഹമ്മുണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും. അതന്നെ ഞാൻ ഇത്ര ചെയ്തിട്ട് ഓൻ എന്നെ കൂട്ടാക്കുന്നില്ലല്ല, ഞാൻ ഇത്ര ചെയ്തിട്ട് ഓനെ ഒരു പരിചരണമില്ലല്ല, ഞാൻ ഇത്ര കൊടുത്തിട്ട് ഓനെ ബഹുമാനിക്കുന്നില്ലല്ല, എന്നെ കാണുമ്പോൾ ഇരിക്കുന്നില്ലല്ല എന്നൊരു ഉള്ളിൽ ഒരു പ്രയാസം എപ്പോഴും ഉണ്ടാവും. അത് എന്തുകൊണ്ടുണ്ടാകുന്നത്? ഞാൻ കൊടുത്തത് ഞാൻ ഓർക്കുന്നത് കൊണ്ടാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തു പറയുന്നത് കൊണ്ടാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പല ആളുകൾ ഇടയ്ക്കിടെ പറയുന്ന വിഷയമാണ്. സാധാ കൊറോണ സമയത്ത് ഭയങ്കര ബേജാറുണ്ടായപ്പോ എല്ലാം പോറ്റത് ഞാൻ കൊടുത്തതല്ല, ഞമ്മളെ ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര ഉഷാറായി, ഞമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല.
അവൻ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല, അവൻ ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല, പാടില്ല. നമ്മൾ ചെയ്തതിന്റെ കൂടി അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ അത് കാരണമാവും. പ്രതിഫലം തരേണ്ടത് അള്ളാഹുവാണ്. നമുക്ക് വേണ്ടതുപോലെ ഓൻ തന്നാൽ ചിലപ്പോ ദുനിയാവിൽ നിന്ന് തീർന്നു പോകും. ഓ ബഹുമാനിച്ചാൽ ദുനിയാവിൽ തന്നെ ഹലാസാവും. പക്ഷെ നമുക്ക് വേണ്ടത് ദുനിയാവിലല്ല, നീണ്ട കബർ ജീവിതത്തിൽ നമുക്ക് ഫലം കിട്ടണം. നാല് ഭക്ഷണത്തിലെത്തുമ്പോ, നാല് സ്വർഗീയ ലോകത്തെത്തുമ്പോ ഞങ്ങൾക്ക് സന്തോഷം കിട്ടണം. അപ്പൊ അത് കിട്ടണമെങ്കിൽ പ്രതിഫലം അള്ളാഹ് തരണം. മനുഷ്യന്മാരിൽ നിന്ന് നീ ഉപകാരം ചെയ്തു കൊടുത്ത ആളുകളിൽ നിന്നിട്ട് അത് പ്രതീക്ഷിക്കാൻ പാടില്ല. പ്രതീക്ഷിച്ചാൽ നീ ചെയ്ത അമലും പൊളിഞ്ഞു പോകും. മറ്റൊന്ന്, നിന്റെ മനസ്സിൽ എപ്പോഴും ടെൻഷനുകളും അതുപോലെ അമ്പുകളും തുറന്നിരിക്കുന്ന ഒരു ചുറ്റുപാട് വരും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. ഒരാളിൽ നിന്നും നീ നന്ദി പ്രതീക്ഷിക്കണ്ട. പ്രതിഫലം ഒരുവനായ അള്ളാഹുവിൽ നിന്ന് മാത്രം നീ പ്രതീക്ഷിച്ചാൽ മതി എന്നൊരു വിഷയമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. ഈ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അറിയാതെ വന്നു ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് മറന്നു കളയാം. ഞങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും മറ്റുള്ള ആളുകൾ നമ്മെ വേദനിപ്പിച്ചതും മറക്കാം. അതേ സമയത്ത് പിന്നൊരാൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം ഏറ്റെടുത്ത ആള് അതൊരിക്കലും മറക്കാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ അതെപ്പോഴും കൊണ്ട് നടക്കണം. അതുപോലെ ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേദനിപ്പിച്ചത് ഞാൻ എപ്പോഴും മറക്കാൻ പാടില്ല. ഉള്ളിൽ കുറ്റബോധവും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവനെ, നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എത്രയോ ആളുകൾ പല രൂപത്തിലും ഞങ്ങളെ സഹായിച്ചവരാണ്. പടച്ചവനെ, നിങ്ങൾ ചോദിക്കാതെയും മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സഹായിച്ച എത്രയോ കുടുംബങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. പടച്ചവനെ, പകരം അവർക്ക് നീ നൽകണേ റഹ്മാൻ. എത്രയോ ആളുകൾ ഞങ്ങൾ പല നാടുകളിലും ഈ നാട്ടിലും ഹിദമത്ത് ചെയ്യുമ്പോൾ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ പല രൂപത്തിൽ നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞങ്ങളെ സഹായിച്ചവരാണ്. പടച്ചവനെ, തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. പടച്ചവനെ, നീ നൽകണേ. നിന്റെ പ്രത്യേകമായ റഹ്മത്ത് പടച്ചവനെ അവർക്ക് നീ പകരമായി നൽകണേ റഹ്മാൻ. അവരുടെ കൂട്ടത്തിൽ പല ആളുകൾ പലവിധ രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. സാമ്പത്തികമായി വലിയ വേദാളുകളും നഷ്ടങ്ങളും അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ, രോഗങ്ങൾ മുഴുവനും നീ മാറ്റിക്കൊടുക്കണേ. പ്രയാസങ്ങൾ മുഴുവനും നീ തീർത്തു കൊടുക്കണേ. പടച്ചവനെ, നാട്ടുകാരും കുടുംബങ്ങളും അയൽവാസികളും ഓരോരുത്തരും ചെയ്യുന്ന പലവിധ കുടുംബങ്ങളെ പോറ്റാനുള്ള വഴികൾ, ആയിഷത്തിന്റെ വഴികൾ, കച്ചവടം ചെയ്യുന്നവരുടെ വാഹനങ്ങളിൽ അധ്വാനിക്കുന്ന ആളുകളുണ്ട്, കടലിൽ പോയി അധ്വാനിക്കുന്ന ആളുകളുണ്ട്, നാടും വീടും കുടുംബവും സന്തോഷവും എല്ലാം വഴിവാക്കി പ്രവാസികളായി അധ്വാനിക്കുന്ന ആളുകൾ എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് നൽകല്ലോ, ഖൈർ നൽകല്ലോ, സന്തോഷം നൽകല്ലോ. പടച്ചവനെ, കടങ്ങളില്ലാതെ ഇസ്സത്തുള്ള ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അവസാനം മരിക്കുമ്പോ ഈമാനുള്ള മരണം നിന്നിൽ നിന്ന് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, നമ്മിൽ നിന്ന് മരിച്ചുപോയ എത്രയോ കുടുംബങ്ങൾ പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന എത്ര ഉമ്മമാര് മരിച്ചുപോയി, എത്ര ഉമ്മമാര് മരിച്ചുപോയി. അല്ലാഹ്, തന്നവരുടെ കുടുംബത്തിൽപ്പെട്ട എത്ര ആളുകൾ മരിച്ചുപോയി. ഈ നാട്ടിൽ പടച്ചവനെ, ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തന്ന പല ആളുകൾ, പല ഉമ്മമാരും മരിച്ചുപോയവരാണ്. അല്ലാഹ്, അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ഭക്ഷണം നൽകുമ്പോ, സ്വർഗീയ പാനീയങ്ങൾ നൽകുമ്പോ, സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന കബറുകളായി അവരുടെ കബറുകളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير.